മുല്ലപ്പെരിയാറിലടക്കം 9 ഡാമുകൾ നിർമ്മിക്കാൻ പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ ഡാം നിർമ്മിക്കുന്നത്. DPR തയ്യാറാക്കിയെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി നൃപൻ ചേരുന്നു. നൃപൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നന്ദു, ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ മന്ത്രി നൽകിയ മറുപടിയാണ്. അദ്ദേഹം ചോദ്യോത്തര വേള അവസാനിച്ച ശേഷം രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മുല്ലപ്പെരിയാർ അടക്കം 9 പുതിയ ഡാമുകൾ നിർമ്മിക്കുന്നതിന് സർക്കാർ പദ്ധതിയുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. 129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ അണക്കെട്ട് സർക്കാർ നിർമ്മിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് DPR സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനായിട്ടുള്ള അനുമതിയുടെ ശ്രമം സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് നേരത്തെ ഉള്ള ഒരു തർക്കവും കേരളവും തമിഴ്നാട് തമ്മിലുള്ള തർക്കമാണ് പുതിയ ഡാം നിർമ്മിക്കുന്നത് സംബന്ധിച്ച്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ ജലവും കേരളത്തിന് സുരക്ഷയും എന്നതാണ് കേരളത്തിന്റെ നയം. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് ഈ കാലാവധി കഴിഞ്ഞ 129 വർഷം പൂർത്തിയാക്കിയ കാലപ്പഴക്കമുള്ള അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് പുതിയ അണക്കെട്ട് വേണം എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ. അതിന്റെ മുല്ലപ്പെരിയാറിൽ അടക്കം 9 ഡാമുകൾ നിർമ്മിക്കാൻ പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ചോദ്യോത്തരവേളയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ ഡാം നിർമ്മിക്കുന്നത്. DPR തയ്യാറാക്കിയെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി നൽകിയത്.